ഗുഡ് മോർണിംഗ്, വെൽക്കം ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. ഇന്ന് നമ്മുടെ യാത്രയുടെ 9ാം ദിവസം. ഇന്ന് ദിവസം 9. 9ാം ദിവസമാണ് യാത്രയുടെ. ഇപ്പോൾ നമ്മൾ മൊതേര സൺ ടെമ്പിളിൻ്റെ തൊട്ടടുത്തുള്ള അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ സൺ ടെമ്പിൾ തുറന്നിട്ടുണ്ട്. സമയം 7 മണി. ആദ്യം തന്നെ പോയി കണ്ട് നമുക്ക് പെട്ടെന്ന് ചെക്കൗട്ട് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ട്രാക്ടറൊക്കെ പാട്ട് വെച്ചിട്ടാണ് റോട്ടിൽ കൂടെ പോണത്. ഓൺലൈൻ ടിക്കറ്റ് തന്നെയാണ് ഇവിടെയും. मोदेरे का सूर्य मंदिर. അങ്ങനെ മൊതേര സൂര്യക്ഷേത്രത്തിൽ കടക്കുമ്പോൾ തന്നെ നല്ല കണ്ണിന് കുളിർമയേകുന്ന ഒരു അന്തരീക്ഷമാണ്. കിളികളുടെ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നല്ല പച്ചച്ച് നിൽക്കുന്ന മരങ്ങൾ, എല്ലാ വിധത്തിലുള്ള പച്ചകളും ഉണ്ട്. അതുപോലെ വെട്ടിയൊതുക്കിയ പുൽത്തകിടി, നല്ല നീറ്റായിട്ടുള്ള നടപ്പാതകളും എല്ലാം വൃത്തിയുണ്ട്. വെൽ മെയിൻറ്റെയിൻഡ് ആണ്. സൂര്യക്ഷേത്രം ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നുണ്ട്. പുരാതനമായ ഒരു കാലത്ത് നമ്മളെ നോക്കി നിൽക്കുകയാണ്. മൊതേര സൂര്യക്ഷേത്രത്തിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്: സഭാമണ്ഡപ്, ഗുഡാമണ്ഡപ് ആൻഡ് സൂര്യകുണ്ട്. ഈ സൂര്യകുണ്ടാണ് ഫ്രണ്ടിലുള്ളത്. നമ്മുടെ ഒരു വാട്ടർ റിസർവോയർ എന്നുള്ള കോൺസെപ്റ്റിൽ സ്റ്റെപ്പ് വെല്ലിൻ്റെ തന്നെ ഒരു ചെറിയ രൂപം. അതും നല്ല നീറ്റായിട്ട് നാശാവസ്ഥയൊന്നും ഇല്ലാതെ നിൽക്കുന്നത് ഭംഗിയാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സൂര്യഭഗവാൻ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് മൊതേര സൂര്യക്ഷേത്രം. ഇത് പണിതത് 11ാം നൂറ്റാണ്ടിൽ ഇവിടെ ഭരിച്ചിരുന്ന ചാലൂക്യ രാജവംശജനായിട്ടുള്ള ഭീമ ഒന്നാമനാണ്. സോളങ്കി രാജവംശം എന്നാണ് അവരറിയപ്പെടുന്നത്. അവർ സ്വയം സൂര്യവംശി രാജാക്കന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അവർ ആ സൂര്യൻ്റെ വംശത്തിൽ നേരിട്ട് പെടുന്നതാണെന്നുള്ള അർത്ഥത്തിൽ ഒരു തറവാട്ട് ക്ഷേത്രം പോലെ പണിതതാണ്. ഇത് ഡൈനാസ്റ്റി അവരുടെ അതാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ സൂര്യന് പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രം. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ അസാമാന്യമായിട്ടുള്ള കൊത്തുപണികളാണ്. ഓരോ തൂണിലും ചുമരിലും ഇതിൻ്റെ സീലിങ്ങിലും ഒക്കെ വളരെ ഇൻട്രിക്കേറ്റഡ് ഡിസൈൻസ് ഇങ്ങനെ സ്റ്റോൺ കാർവ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതാണ് ആദ്യം കാണുന്ന ഭാഗം, സഭാമണ്ഡപ് ഓർ ദ അസംബ്ലി ഹാൾ. ഇതൊരു ഡാൻസിങ് ഹാൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ഗ്രാൻഡ് പില്ലേർഡ് ഹാളാണ്. ഇങ്ങനെയുള്ള സൂക്ഷ്മമായ കൊത്തുപണികളുള്ള 52 തൂണുകൾ ഇതിനെ താങ്ങി നിർത്തുന്നുണ്ട്. ഈ 52 തൂണുകൾ എന്ന് പറയുന്നത് വർഷത്തിലെ 52 ആഴ്ചകളെയാണ് കുറിക്കുന്നത് അത്രേ. അതുപോലെ ഓരോ തൂണിലും സൂര്യഭഗവാന്റെ 12 വിവിധ ഭാവങ്ങൾ 12 മാസങ്ങളിലെ അതും ഇവിടെ കൊത്തിയിട്ടുണ്ട്. ഈ സഭാമണ്ഡപനോട് ചേർന്നാണ് സൂര്യകുണ്ട് അഥവാ സ്റ്റെപ്പ് റിസർവോയർ. അതിലേക്ക് സൂര്യരശ്മികൾ ഇങ്ങനെ വീഴുന്നുണ്ട്. സൂര്യൻ അതിൽ സ്നാനം ചെയ്യാൻ തോന്നുന്നു. അത് വളരെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് വെറുതെ ഇങ്ങനെ കല്ല് കെട്ടി പടവുകളാക്കിയിരിക്കുന്നതല്ല. കുഞ്ഞൻ ക്ഷേത്രങ്ങൾ, ഉപക്ഷേത്രങ്ങൾ പോലെ അതിൻ്റെ 4 വശത്തുമുള്ള ഈ സ്റ്റെപ്പുകളിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യകാലത്ത് ഇങ്ങനെ 108 ഉപക്ഷേത്രങ്ങൾ, അതായത് ഈ കുഞ്ഞമ്പലങ്ങളും അതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠകളും ഉണ്ടായിരുന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് പലതിൻ്റെ ഉള്ളിലും ബിംബങ്ങൾ കാണുന്നില്ല. പക്ഷേ വലുതായിട്ട് നിൽക്കുന്നത് അത് ലോർഡ് വിഷ്ണു ഭഗവാൻ, ഗണേശൻ, അതുപോലെ ശിവതാണ്ഡവ, അങ്ങനെയുള്ളതാണ് ഇതിലത്തെ മേജർ ഷ്രൈൻസ്. ഈ സഭാമണ്ഡപത്തിൽ നിന്ന് നേരിട്ടിറങ്ങുന്ന രീതിയിലാണ് സൂര്യകുണ്ടിൻ്റെ ഡിസൈൻ, ഈ ഗ്രാൻഡ് പില്ലേഴ്സിൻ്റെ നടുവിലൂടെ. ഇതിൻ്റെ ചുമരുകളിലെ ഈ ശില്പങ്ങൾ ഇങ്ങനെ നോക്കി നിന്നാൽ സമയം പോണത് അറിയില്ല സത്യത്തിൽ. അത്രയ്ക്കും സൂക്ഷ്മമായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ അതിൽ പല ദശകളായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ASI 1974 എന്ന് എഴുതിയിട്ടുള്ള ആ ഭാഗം റീവർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തീർത്തും വികലമായി പോയിട്ടുള്ളത് എല്ലാം ഇങ്ങനെ റീവർക്ക് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അത് സിമെൻറ്റിലൊക്കെയാണ് ചെയ്യുന്നത്, ഇത് സ്റ്റോണാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഈ ശില്പങ്ങളൊക്കെ മൊത്തത്തിൽ പോയി. അപ്പോൾ കാലപ്പഴക്കം ഇതിനെ ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല മുഹമ്മദ് ഗസ്നി പലതവണ ഇന്ത്യയെ ആക്രമിച്ച് പ്ലണ്ടർ ചെയ്ത് നമ്മുടെ സ്വത്ത് മുഴുവൻ കൊണ്ടുപോയിട്ടുള്ള ഗസ്നിയുടെ ആക്രമണത്തിൽ ഇവിടുന്ന് ഒരു സ്വർണ്ണ സൂര്യഭഗവാൻ ശില്പം അടക്കം പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കെട്ടിടത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖ്യക്ഷേത്രം ഇതാണ്. ഇത് ഗുഡാമണ്ഡപ്. ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. സഭാമണ്ഡപം പോലെ എല്ലാ വശങ്ങളും തുറന്നു കിടക്കുന്നതല്ല. ഇതിലൊരു ഗർഭഗൃഹമുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ പൂജയോ പ്രതിഷ്ഠയൊന്നുമില്ല. ഇതൊരു ചരിത്ര സ്മാരകം മാത്രമാണ്. ഈ മൊതേര സൺ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ മൊത്തത്തിലുള്ള നിർമ്മാണ രീതി മാരു ഗുർജാര ശൈലിയാണ്. അത് ക്ലാസിക്കൽ ചാലൂക്യ ശൈലിയാണ്, വാസ്തുവിദ്യ രീതിയാണ്. അതിൽ ഈ സിമൻറ്റോ ചാന്തോന്നും ഉപയോഗിക്കാതെ ഇൻ്റർലോക്കിംഗ് സ്റ്റോൺസ് ആണ് അതിൻ്റെ പ്രത്യേകത. ഇത് തന്നെയായിരുന്നു അഹമ്മദാബാദിൽ കണ്ട ഹുതി സിംഗ് ജൈന ക്ഷേത്രത്തിൻ്റെയും നിർമ്മാണ രീതി. ഈ ചുമരിലെ ശില്പങ്ങളിൽ മനുഷ്യൻ്റെ ജീവിത ചക്രം, ലൈഫ് സൈക്കിൾ വളരെ നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ബാല്യം മുതൽ യുവത്വം, അതുപോലെ ഇറോട്ടിക്കായിട്ടുള്ള ശില്പങ്ങൾ ഉൾപ്പെടെ ധാരാളമായിട്ട് മനുഷ്യനാണ് ഇവിടുത്തെ വിഷയം. സൂര്യക്ഷേത്രമാണെങ്കിലും നമ്മൾ കഴിഞ്ഞ യാത്രയിൽ കൊണാർക്ക് കണ്ടു, ഈ യാത്രയിൽ മൊതേര കണ്ടു. എന്തായാലും മൊതേര സൂര്യക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിന്റെ പണി നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ ശില്പങ്ങൾ, പുറം ചുവരുകളിലെ ശില്പങ്ങളുടെ ആ ഒരു കൃത്യത കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർത്തും കേടുപാടുകളില്ലാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
ഈ സൂര്യക്ഷേത്രത്തിന് വേറെയും ധാരാളം പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ ബേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഇൻവേർട്ടഡ് താമരയുടെ സ്ട്രക്ചറാണ്. സൂര്യഭഗവാനും താമരയും തമ്മിലുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും ക്ലാസിക്കൽ മിത്തോളജി മുതൽ ഇങ്ങോട്ട് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. നാച്ചുറലായിട്ടും അതെ, സൂര്യൻ്റെ അതിലാണ് താമര വിരിയുന്നത്. മാത്രമല്ല അത് ആ സൂര്യഭഗവാൻ അവിടെ നിന്ന് ഇങ്ങനെ പ്രസാദിച്ച് ഇങ്ങനെ വിളങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഇത് കാണാൻ പറ്റിയത് നന്നായി. ഇത് പല മൾട്ടി കളേർഡായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഈ സാൻഡ് സ്റ്റോണിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളേഴ്സ് എടുത്ത് കാണിക്കുന്നത് തന്നെ. കല്ലിൽ കൊത്തിയ കവിത എന്നൊക്കെ നമ്മൾ ഇത്തരം സ്മാരകങ്ങളെ, ഇത്തരം വാസ്തുവിദ്യ വിസ്മയങ്ങളെ വിളിക്കുന്നത് വെറുതെ ഒന്നല്ല. ഇങ്ങനെ പല നിരകളായിട്ടാണ് ഈ ശില്പങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. താഴെ മുഴുവൻ ആനകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ഈ ക്ഷേത്രത്തെ താങ്ങുന്നു എന്ന രീതിയിൽ. വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സൂര്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ. ഇത് 2 ഇക്വിനോക്സിലും സെപ്റ്റംബറിലും മാർച്ചിലും സൂര്യരശ്മികൾ നേരെ കടന്നു വന്ന് ഗർഭഗൃഹത്തിലെ സൂര്യപ്രതിഷ്ഠയിൽ, ഒരു കാലത്തുണ്ടായിരുന്ന പ്രതിഷ്ഠയിൽ പതിക്കുന്ന രീതിയിലാണ് ഇത്ര ഇതിൻ്റെ നിർമ്മാണം. മാത്രമല്ല ഈ ക്ഷേത്രം നിൽക്കുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന അതേ രേഖയിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 11ാം നൂറ്റാണ്ട് സൂര്യക്ഷേത്രത്തിൻ്റെ വിസ്മയങ്ങൾക്ക് ഒരു അന്തമില്ല. നല്ല പൂത്ത് നിൽക്കണ പാലമരത്തിൻ്റെ ചോട്ടിൽ കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ചെയ്തു. നമ്മളിവിടുന്ന് പതുക്കെ നീങ്ങാണ്. പൂജയും പ്രതിഷ്ഠയൊന്നും ഇല്ലെങ്കിലും ആധുനികമായിട്ട് സൂര്യഭഗവാൻ ഇവിടെ വളരെയധികം അനുഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്നത് സോളാർ പവേർഡ് ആയിട്ടാണ് കംപ്ലീറ്റ്ലി. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. പിന്നെ കൊണാർക്ക് ഡാൻസ് ഫെസ്റ്റിവലിൻ്റെ അതേ പാറ്റേണിൽ ഇവിടെ എല്ലാ വർഷവും മൊദേര ഉത്തരാർത്ത് ഫെസ്റ്റിവൽ എന്ന ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഓരോ ദിവസം നമ്മളിങ്ങനെ കുപ്പികൾ റീഫിൽ ചെയ്യും. നമ്മുടെ പമ്പ് നമ്മൾ 3 years മുമ്പ് നമ്മുടെ ഫസ്റ്റ് യാത്രയ്ക്ക് വാങ്ങിയതാണ്, എക്സ്പ്ലോറിംഗ് ഇന്ത്യ പാർട്ട് 1. ഇപ്പോഴും ഇറ്റ്സ് വർക്കിംഗ് നൈസ്. 9 മണിയായില്ലോ, ഉള്ള ഭക്ഷണം കഴിച്ചിട്ട് പോകുമെന്ന് ഇവിടെ നിർബന്ധിച്ചു വരെ. അപ്പം സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്, കോംപ്ലിമെൻ്ററി ഇഡ്ഡലി മാത്രം. എങ്ങനെയുണ്ട് ഇഡ്ഡലി? ഇഡ്ഡലി പൊടിഞ്ഞുണ്ട്. ഇത് ഒരു റവയുടെ ഒരു മേക്കിംഗ് ആണെന്ന് തോന്നണേ. നമ്മൾ ഇഡ്ഡലി പോലെ അങ്ങോട്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല, പൊടിയാ. സംഭവം വെച്ച് കഴിഞ്ഞാൽ പാവം പിള്ളേർ കിടന്ന റൂമിലെ AC കുറച്ച് കഴിഞ്ഞപ്പോൾ കേടായി, അത് വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ വർക്കൊക്കെ ഒന്ന് പോക്കടിയായി. അപ്പോൾ അതിൻ്റെ വിഷമം തീർക്കാൻ, ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞതിൻ്റെ വിഷമം തീർക്കാനാണ് അവരിപ്പോൾ ഇങ്ങനെ നിർബന്ധിച്ച് ഇഡ്ഡലി കഴിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 3-4 കടയിൽ കയറി ഇറങ്ങിയിട്ട് കിട്ടിയതാണല്ലോ. അപ്പോൾ അത് കഴിച്ചാൽ ഒരു സമാധാനം വയറിന് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് റാണി കി വാവിലേക്കാണ്. 36 കിലോമീറ്റർ 48 മിനിറ്റാണ് കാണിക്കുന്നത്. പാഞ്ഞു പോകും. അപ്പോൾ ഗുജറാത്തിലെ എല്ലായിടത്തും കണ്ട പോലെ തന്നെ ധാരാളം കന്നുകാലികൾ വഴിയിലുണ്ട്. പക്ഷേ ഇത് വളരെ ശോഷിച്ച എല്ലാമൊക്കെ പുറത്ത് കാണുന്ന തരം കന്നുകാലികളാണ്, പശുക്കളാണ്. എന്താണാവോ, ഗോരക്ഷ പ്രസ്ഥാനക്കാരൊക്കെ എവിടെ പോയാവോ. അപ്പോൾ ഇവിടെ എത്തുന്നു, സ്കാൻ ചെയ്യുന്നു, കയറുന്നു. ഓൺലൈൻ ടിക്കറ്റാണ്. നായ കണ്ടു കഴിഞ്ഞ് പുറത്ത് കിടക്കാൻ തോന്നണേ. അകത്ത് കിടന്നപ്പോൾ ശരിക്കും മൊദേര അങ്കണമൊന്നും അല്ലായിരുന്നു. അതിൻ്റെ 10 ഇരട്ടിയോ അതിലധികവും സ്ഥലമുണ്ട് ഇവിടെ. നിറയെ പുല്ലൊക്കെ ഇങ്ങനെ വെട്ടി ഒതുക്കി നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വാക്ക് വേസ്, അതുപോലെ മരങ്ങൾ, പൂച്ചെടികൾ ഒക്കെ ഉണ്ട്. ഇത് ഈ ഏരിയ കാണുമ്പോഴാണ് ഞാൻ നേരത്തെ പ്രാഗ്മഹലിൽ എനിക്ക് തോന്നിയൊരു തോന്നൽ. അതായത് നമുക്ക് ഇത്തരം സ്പേസുകൾ പബ്ലിക് ഈവൻസിന് കൊടുത്ത്, അല്ലെങ്കിൽ പേഴ്സണൽ വെഡിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന് നല്ല വരുമാനമായിരിക്കും എന്നുള്ളൊരു ചിന്ത. ഇതാ ഇവിടെ ഇങ്ങനെയുള്ള കൊക്കുകൾ ധാരാളം കൂട്ടമായിട്ടൊക്കെ ഇങ്ങനെ കുത്തിപ്പറിക്കി നടക്കുന്നുണ്ട്. മനുഷ്യരുടെ അടുത്ത് ചെന്നാലും അവർക്കൊരു പ്രശ്നമില്ല, അവർ ശീലമായി അതൊക്കെ. നൈസ്. ഇഷ്ടംപോലെ സ്പ്രിംഗ്ലേഴ്സ് ഉണ്ട്. അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനിടയിൽ നനയ്ക്കുന്നുണ്ട്. രണ്ടും കൂടി എന്തിനാണോ ഈ സ്പ്രിംഗ്ലേഴ്സ് ഇങ്ങനെ നടപ്പാതയിലേക്ക് വീണ കാരണം അതൊരു കളി പോലെയാണ്, ഗെയിം പോലെയാണ്. അത് അങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ മേത്താവാണ്ട് അതിലെ ചാടി നടക്കല്. സോ വി എൻജോയ്ഡ് ഇറ്റ്. അങ്ങനെ നടന്ന് നമ്മൾ റാണി കി വാവ് എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇത് സിംപ്ലി മാവ്ലെസ്. ഭൂമിക്കടിയിലേക്ക് 7 നിലകളായിട്ട് ഇങ്ങനെ പടർന്നിറങ്ങിയിട്ടുള്ള ഒരു ഗംഭീരൻ സ്റ്റെപ്പ് വെൽ, ദാറ്റ് ഈസ് റാണി കി വാവ്. ഇൻവേർട്ടഡ് ടെമ്പിൾ എന്നും കൂടി അറിയപ്പെടുന്ന 7 നിലകളിലായിട്ടുള്ള ഒരു വാസ്തുവിദ്യയിലും അത്ഭുതകരമായിട്ടുള്ള നിർമ്മിതിയാണ് ഈ സ്റ്റെപ്പ് വെൽ. ഇതിന് നേതൃത്വം കൊടുത്തത്, ഈ നിർമ്മാണം ഇതിന് നേതൃത്വം കൊടുത്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊദേര സൺ ടെമ്പിൾ പണിത ഭീമ രാജാവ് 1-ാമൻ്റെ ഭാര്യയായിരുന്ന ഉദയമതിയാണ്. അതൊരു ചരിത്രത്തിൻ്റെ ഒരു നിയോഗമാണ്.
മൊതേര സൺ ടെമ്പിൾ പണിത് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു സ്മാരകമായിട്ടാണ് ഭാര്യ ഇത് പണിതത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വിമൻ എംപവർമെൻ്റ് ഒരു പ്രതീകം കൂടിയാണ് അപ്പോൾ ഈ സ്റ്റെപ്പ് വെൽ നമുക്ക് തോന്നുന്നു. ലോകത്തെങ്ങും പലതരത്തിലുള്ള ക്ഷേത്രങ്ങളും മോണിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഭൂമിക്കടിയിലേക്ക് പണിത സബ്റ്ററേനിയൻ ആയിട്ടുള്ള ഒരു നിർമ്മിതി എന്നത് ഇത് മാത്രമാണെന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് വെരി യുണീക്ക് ആൻഡ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിൽ പെട്ട ഇന്ത്യയുടെ ഒരു അഭിമാന സ്തംഭമാണിത്. ഭൂനിരപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ചെറുതാന്ന് തോന്നും, പക്ഷെ നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ആഴവും വ്യാപ്തിയും ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് പിടികിട്ടുള്ളൂ. ഇതിൽ നൂറുകണക്കിന് ശില്പങ്ങൾ, ദേവീദേവന്മാരുടെ ശില്പങ്ങൾ, മഹാഭാരതം, പുരാണ കഥകളിൽ നിന്നുള്ള ആഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ക്ഷേത്രം പ്രതിഷ്ഠയൊന്നല്ലെങ്കിലും ഇൻവേർട്ടഡ് ടെമ്പിൾ എന്ന് വിളിക്കുന്നത്. യുനെസ്കോ പൈതൃക പട്ടികയിൽ നമ്മുടെ ഈ അഭിമാനത്തെ റിസർവ് ബാങ്ക് വേണ്ട രീതിയിൽ ആദരിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്കിൻ്റെ 100 രൂപ നോട്ടിൽ നമ്മുടെ റാണി കി വാവിൻ്റെ ഭംഗിയുള്ള ഈ ചിത്രം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ ഇൻവേർട്ടഡ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഓരോ നിലകളും സൂക്ഷ്മമായിട്ട് കാണുമ്പോൾ നമുക്ക് ഈ വെയിലൊന്നും അറിയില്ല. താഴത്തെ നിലയിലേക്ക് 7 നിലകളുണ്ടെങ്കിലും താഴത്തെ നിലയിലേക്ക് പ്രവേശനമില്ല. സുരക്ഷാ കാരണങ്ങളായിരിക്കാം അവിടെ കയറ് കെട്ടി അടച്ചിട്ടുണ്ട്. ഗുജറാത്തിൻ്റെ തനത് വാസ്തുവിദ്യ രീതിയായിട്ടുള്ള മാരു ഗുർജാർ രീതിയിൽ തന്നെയാണ് റാണി കി വാവിൻ്റെ നിർമ്മാണം. ഇതിൻ്റെ നിർമ്മാണ വസ്തുവും ലൈംസ്റ്റോൺ തന്നെയാണ്. ഇതിൻ്റെ ശില്പങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ മൊതേര ടെമ്പിളിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ തന്നെയാണ് തോന്നുന്നത്. ദേവീദേവന്മാർക്കൊപ്പം തന്നെ മനുഷ്യരെയും പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായ ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ഇവിടെയുള്ളത്. അതുപോലെ മനുഷ്യൻ്റെ വിവിധ ദശകൾ, ഇറോട്ടിക്കായിട്ടുള്ള ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രസൻറ്റേഷൻസ് ഇവിടെയുണ്ട്. ഖജുരാഹോയിലും കൊണാർക്കിലും മാത്രമൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്ന അത്തരം ശില്പങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ സാധിച്ചു. റാണി കി വാവ് എന്ന ഈ സ്റ്റെപ്പ് വെൽ ശരിക്കും ഒരു അത്ഭുതമാണെന്ന് പറയാം. കാരണം ഇതിൻ്റെ പണി കഴിഞ്ഞ് 1083 ഇതിൻ്റെ പണി കഴിഞ്ഞു എന്ന് പറയപ്പെടുന്നു. അത് കഴിഞ്ഞ് അധികം കഴിയും മുമ്പ് തന്നെ ഇത് മൊത്തത്തിൽ മണ്ണിനടിയിലായി, വിസ്മൃതിയിലായി. കാരണം സരസ്വതി നദീതീരത്താണ് അത് വഴി മാറി ഒഴുകി ഇത് മുഴുവൻ മൂടിപ്പോയി. കാരണം ഭൂമിക്കടിയിലാണല്ലോ. അങ്ങനെ ഇത് ഒരുപാട് വർഷം ഇതിന് അടിയിൽ കിടന്നു. പിന്നെ 1890-കളിൽ ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ആയിരുന്ന ഹെൻറി ക്യൂസൻസ് ആൻഡ് ജെയിംസ് ബർഗസ് അവരാണ് ഇതിൻ്റെ തലപ്പ് പുറത്ത് കണ്ടുപിടിച്ചതും. അങ്ങനെ എക്സ്കവേഷൻസ് തുടങ്ങി. പിന്നെ ASI ഏറ്റെടുത്ത് 1940-കളിലാണ് ഇത് മുഴുവനായിട്ടും പുറത്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഗുണം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞ പോലെ മണ്ണിനടിയിൽ കിടന്നതുകൊണ്ട് ഇത് പ്ലണ്ടേർഡ് ആയില്ല, ഇൻവേർഡ് ആയില്ല, ആരും ഇതിനെ ആക്രമിച്ചില്ല, അത് നശിപ്പിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിസേർവ്ഡ് ആയിട്ട് ഇങ്ങനെ കിടന്നു. ഭൂമി ഇതിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചു എന്ന് തന്നെ പറയാം. ഇവിടെ 500-ലധികം മുഖ്യ ശില്പങ്ങളും 1000-ലധികം മൈനറായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ശില്പങ്ങളും ഉണ്ടെന്നാണ് ഇതിൻ്റെ കണക്ക്. എന്തായാലും സോളങ്കി രാജവംശത്തിൻ്റെ രാജാക്കന്മാർക്കൊന്നും സാധിക്കാത്തത് ഉദയമതി രാജ്ഞിക്ക് സാധിച്ചു എന്നത് ചരിത്രത്തിൻ്റെ ഒരു കാവ്യനീതിയാവും. സോളങ്കി തലസ്ഥാനമായിട്ടുള്ള പട്ടാനിൽ ഭൂമിക്ക് അടിയിലേക്ക് പണിതെങ്കിലും ഇതിങ്ങനെ ഭൂമിക്ക് മുകളിലേക്ക് ഇന്ത്യക്ക് മുഴുവൻ അഭിമാനമായി തലയുയർത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ വാവ് ഫാക്ടറൊക്കെ മനസ്സിൽ നിറച്ച് കുറച്ച് നേരം ഈ ശാന്തതയും പച്ചപ്പും കണ്ടിങ്ങനെയായിരുന്നു. ഇത് നന്നായി സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ബേസ് ബിൻ പോലും. ആ പരിസരത്തിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തീം നോക്കിയിട്ട് നല്ലൊരു സ്റ്റോൺ ഡസ്റ്റ്ബിൻ. സോ ഇറ്റ്സ് നൈസ്. അപ്പോൾ നല്ല സന്തോഷം സംതൃപ്തിയായിട്ട് കാറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വശമായി എയറില്ല, പഞ്ചർ എന്ന് പറയാനില്ല, എയർ തീരെയില്ല, അത്യാവശ്യം ഫ്ലാറ്റായ പോലെ. ബോസ്റ്റൺ ശ്രമിക്കുന്നുണ്ട്, നമ്മുടെ കയ്യിലെ കിറ്റ് ഉപയോഗിച്ചിട്ട് എയർ ചെയ്യാൻ നിൽക്കുമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ലഗേജ് അറേഞ്ച്മെൻറ്റ്. വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. 9 ദിവസമല്ലേ ആയുള്ളൂ. മോൾ ഭാഗമൊക്കെ ഇത്തിരി ഡിസ്റ്റോർട്ടഡ് ആയി, എന്നാലും ഇറ്റ്സ് നൈസ്. അപ്പം നമ്മുടെ നിൽക്കണില്ലേ. അപ്പോൾ നമ്മൾ പട്ടാൻ ഒരു കുഞ്ഞ് പട്ടണമാണ് കേട്ടോ, നഗരമൊന്നുമല്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ് ജംഗ്ഷൻ. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇതിൻ്റെ അടുത്ത്. അപ്പോൾ ഒരു പഞ്ചർ കടയിൽ ചോദിച്ചപ്പോൾ ചെറിയ പഞ്ചറുണ്ട്. അപ്പോൾ എന്തായാലും അവർ കുറേ സമയം എടുത്തിട്ട് ഭയങ്കര ഒരു പഴയ രീതിയിലൊക്കെയാണ് അവർ ചെയ്യണത്. എന്തായാലും ഒരു ആണി കിട്ടി. എവിടെ നിന്നൊക്കെയാണ് അത് കയറി പറ്റുന്നത്. റോഡ് നമുക്ക് കാണുമ്പോൾ നല്ലതായിട്ട് തോന്നും, പക്ഷേ പല സ്ഥലത്തും ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്തായാലും കുറേ സമയം പോയാൽ വെയിലത്ത് നിന്നൊരു പരുവായി സംഭവം ചെയ്ത് കിട്ടി. പാവം പിടിച്ച മനുഷ്യരാണ്. ഒരു 50 രൂപ ആകെ മേടിച്ചുള്ളൂ. അപ്പോൾ നമുക്കിനി വേഗം പോവാം, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല വിചാരിക്കാം. അപ്പോൾ പോയ സമയം ഓട്ടത്തിൽ പിടിക്കണമെന്ന് വെച്ചാൽ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല ബ്ലോക്ക്. നോക്കിയപ്പോൾ റോഡിലാണ് കല്യാണാഘോഷം. ഇവിടെ എന്തും നടക്കൂട്ടോ ഗുജറാത്തിൽ.
കല്യാണമൊക്കെ അടിപൊളിയാണെങ്കിലും എല്ലാവർക്കും അത് അത്ര സന്തോഷം ഉണ്ടാവില്ലല്ലോ. അപ്പം വഴിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എല്ലാവരും ഓണടിച്ച് തലയൊക്കെ പൊളിച്ചെടുത്തു. അവസാനം ഒരു 10-20 മിനിറ്റ് നമ്മുടെ പോയി കിട്ടി. എന്തായാലും ഇതൊന്ന് പുറത്ത് കിടക്കണം. സാരി ഷഹർ ഇസ്മേ പാർട്ടിസിപ്പേറ്റ് करता है. തലപ്പാവൊക്കെ വെച്ച് ഒരു കാലത്ത് സോളങ്കി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്ന പട്ടാൻ ഇന്ന് വെറും ഒരു പട്ടണമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ സ്ഥലമായിട്ട് ഗ്രാമീണമായ ഒരു രീതിയാണ് കാണുന്നത്. ഓരോ രാജവംശങ്ങൾ പോകുമ്പോൾ അങ്ങനെ പലതും സംഭവിക്കുന്നു. അവിടെ എന്തോ നല്ലൊരു കെട്ടിടം കാണുന്നുണ്ട്, പക്ഷെ നമ്മളിനി നിൽക്കണമൊന്നുമില്ല, നോക്കണമില്ല. സോ വേഗം പോവാം. എന്തായാലും കുറച്ച് നട്ട്സും റൈസിൻസും ഒക്കെ കഴിച്ച് അങ്ങനെ പോവാണ്, വെള്ളം കുടിച്ചൊക്കെ. കാരണം നമുക്കിനി നിർത്താൻ നേരമില്ല. പഞ്ചറായിട്ടും പിന്നെ ബ്ലോക്കിലൊക്കെ അത്യാവശ്യം സമയം പോയി. അങ്ങനെ പശുക്കൂട്ടങ്ങൾ കഴിഞ്ഞ് ആട്ടുംകൂട്ടങ്ങളായി ചെമ്മരിയാടുകളും കോലാടുകളും ഒക്കെയുള്ള ഗുജറാത്തി കർഷകർ ഇങ്ങനെ മേച്ചുകൊണ്ട് പോവാണ്. അധികം വൈകാതെ നമ്മൾ ഗുജറാത്ത് കഴിഞ്ഞ് നമ്മൾ രാജസ്ഥാനിലേക്ക് കടക്കാണ്. ഗംഗാപൂർ സിറ്റി, ഹനുമാൻഗർ, ജയ്പൂർ നോർത്ത്, ജയ്പൂർ സൗത്ത്, ഹനുമാൻഗർ, പാലി, ഫലോദി, പ്രതാപ്ഗർ, രത്സമന്ത്, സലൂംബർ, സച്ചോർ, സവായ് മധോപൂർ, ഷാപുര. രാജസ്ഥാനിൽ കടക്ക് മുമ്പ് രാജസ്ഥാന്റെ കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുകയാണ് തങ്കു. യാത്ര ഒരു പഠനം കൂടിയാണല്ലോ. നമ്മൾ ഗുജറാത്ത് കഴിഞ്ഞ് രാജസ്ഥാനിലേക്ക് പ്രവേശിക്കാം. രാജസ്ഥാനിൽ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഇതാണ്. പാവം ഗുജറാത്തുകാർക്ക് കിട്ടാത്ത സാധനം ഇവിടെ ഇങ്ങനെ തുറന്നു വെച്ചേക്കാം. ഡിസ്കൗണ്ട്. നമ്മളിപ്പോ പോകുന്നത് ജോധ്പൂർ. ഒരു 3-4 മണിക്കൂറിലെത്തും. ഉച്ചയ്ക്ക് ഒരു ഈവനിങ് ആകുമ്പോൾ 4-4:30 എത്തുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇടയിലൊരു ലഞ്ച് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറും. 6 മണിക്ക് മുമ്പ് 6 മണിക്ക് മുന്നേ നേരത്തും എന്തായാലും എത്തും. രാജസ്ഥാനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തന്നെ മൗണ്ട് ആബു ആണ് ഒരു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓൺലി എന്ന് തന്നെ പറയാം അല്ലേ, ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് ആബു. രാജസ്ഥാനിലാണ് മൗണ്ട് ആബു. ഗുജറാത്തിന്റെ ബോർഡറിലോട്ട് അങ്ങനെ രാജസ്ഥാൻ മൊത്തം ഡെസേർട്ട് അല്ലേ. ഇവിടെ അരവല്ലി മലനിരകൾ ഇങ്ങനെ റൈറ്റിൽ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ കണ്ടാണ് നമ്മൾ ഈ സുന്ദരൻ വഴി കൂടെ ഇങ്ങനെ പോണത്. മൗണ്ട് ആബുവിലേക്ക് നമുക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ ഗുജറാത്ത് ബോർഡറിന്റെ അവിടെ എത്തുമ്പോഴേക്കും, ഗുജറാത്ത് രാജസ്ഥാൻ ബോർഡറിന്റെ അവിടെ എത്തുമ്പോഴേക്കും ആബു റോഡ്, അങ്ങനെ മൗണ്ടൻ വ്യൂ, സൺ വ്യൂ, അങ്ങനെ കുറെ സൺറൈസ്, കുറെ റിസോർട്ടുകൾ, അവിടെ നല്ലൊരു ഏരിയ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ തിരിഞ്ഞു പോയി ഇപ്പൊ നന്നായിട്ട് കാണാം. ഞങ്ങൾ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്ത് വരാനായിട്ട് നമുക്ക് ദിവസങ്ങൾ പിന്നെ പോകാണ്ട്. അവിടെ അത്ര ഭയങ്കര തണുപ്പൊന്നുമില്ല. ഈ ഒരു പൊള്ളണ 45-ന് ഒരു സുഖത്തിന് ആൾക്കാർക്ക് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ അവിടെ പ്രജാപിത ബ്രഹ്മകുമാരീസ് അവരുടെ ആസ്ഥാനാണ്. പിന്നെ അവിടെ ഒരു ക്രൈസ്റ്റ് റെഡീമർ സ്റ്റാച്യു, ബ്രസീലിലെ ആ സ്റ്റാച്യൂയുടെ റെപ്ലിക്ക ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത. സമയം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് പോയി അവിടെ സ്റ്റേ ചെയ്ത് അങ്ങനെയൊക്കെ വരായിരുന്നു. പക്ഷെ നമുക്ക് മുന്നോട്ട് പോയിട്ട് വലിയ ഡെസ്റ്റിനേഷൻസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ പോവാം. അപ്പം നമ്മുടെ ഒരു ഫേവറേറ്റ് ഫുഡ് സ്റ്റോപ്പ് കണ്ടപ്പോൾ നിർത്തി. ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി കാര്യം. അമ്മ ഇത് വെറുതെ പെപ്സി കുടിച്ചോണ്ടിരിക്കുന്നല്ല, ഇത് അമ്മയുടെ SOVT എക്സസൈസ് ആണ്. ഈ SOVT എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി ഒക്ലൂഡഡ് വോക്കൽ ട്രാക്ട് എക്സസൈസസ്. ഇത് വളരെ യൂസ്ഫുൾ ആണ്, വളരെ സിമ്പിളാണ്, നമുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ഹാഫ് വെള്ളം എടുക്കുക,
തന്നെ വേണമെന്നില്ല, എനി ഗ്ലാസ് അറ്റ് ഹോം. എന്നിട്ട് നമ്മൾ ഒരു സ്ട്രോ ഇട്ടിട്ട് ചുമ്മാ അതിലേക്ക് ഇങ്ങനെ ബബിൾസ് ഊറ്റിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പറ്റണ അത്രയും നേരം ബ്രീത് ചെയ്യുക, ഇതിലേക്ക് ഇങ്ങനെ ഊതി ബബിൾസ് ഉണ്ടാക്കാം. അങ്ങനെ കുറേ നേരം ചെയ്യുമ്പോൾ നമ്മൾ ഈ ട്രാക്റ്റ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് അതിൽ കൂടെ പ്രഷർ കൂട്ടി കപ്പാസിറ്റി കൂട്ടുന്ന സിമ്പിൾ പരിപാടിയാണ്. ഇതുപോലെ കുറേ ഉണ്ട്. ഇത് ഇൻ്റർനാഷണൽ ഒരു പാറ്റേൺ ആണ് വോക്കോളജിയുടെ ഭാഗമായിട്ട്. ഞാൻ എൻ്റെ കോഴ്സൊക്കെ എടുത്തു ശബ്ദം പോയ സമയത്ത്. എന്നിട്ട് പിന്നെ അത് സ്ഥിരമായി നമ്മളൊരു ഹാഫ് ആൻ അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സിനും അതുപോലെ വോയിസ് ഉപയോഗിക്കുന്ന വോയിസ് ആർട്ടിസ്റ്റുകൾക്കും ലോയേഴ്സിനൊക്കെ ഏറ്റവും നല്ല സംഭവമാണ്. ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ എന്ന് വെച്ചിട്ട് ജസ്റ്റ് പറയുന്നതാണ്. അതുപോലെ ഇങ്ങനെ അങ്ങനെ നമ്മൾ പണ്ട് കുട്ടികൾ വണ്ടി ഓടിച്ച് കളിക്കാൻ, അതൊക്കെ ഭയങ്കര നല്ലതാ. എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ, ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ശരിക്കും നമുക്ക് ശബ്ദം അങ്ങനെ ഫ്രീ ആയിട്ട് വരണത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആവശ്യക്കാർക്ക് ഒന്ന് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് ഹൈവേ 62. നല്ല ഉഗ്രം റോഡാണ്. ഒരു മലകൾക്കിടയിൽ കൂടെ ഒരു ഘാട്ട് റോഡ് പോലെയാണ്. കുറച്ച് ഓൾട്ടിറ്റ്യൂഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാജസ്ഥാൻ പിന്നെ ഇങ്ങനെ മാരാവല്ലി മലനിരകളുടെ ഇടയിലാണല്ലോ. അപ്പോൾ നമുക്ക് ജോധ്പൂർ മെഹ്റാൻഗഡ് ഫോർട്ടിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ 350 കിലോമീറ്റർ 6.5 മണിക്കൂറാണ് കാണിക്കുന്നത്. നമ്മളെത്തും. ഓസ്റ്റിൻ ഒന്ന് ഇത്തിരി നേരം ഉറങ്ങിക്കോ, എന്തായാലും കൈമാറി പിടിച്ചിട്ടുണ്ട്. മര്യാദയില്ലാണ്ടാണ് ചിലവന്മാരുടെ ചട്ടം. അപ്പോൾ നമുക്കിനി 1.5 മണിക്കൂറേ ഉള്ളൂ ജോധ്പൂർ എത്താനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ മാപ്പ് നോക്കിയപ്പോൾ ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ പോകുന്ന വഴിയിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ കയറി ആ സംഭവങ്ങളൊന്നും കണ്ടിട്ട് വേണം പോകാൻ. സോ സ്റ്റേ വിത്ത് us. താങ്ക് യു ഫ്രം FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്.